ചെക്ക് പോസ്റ്റുകളെല്ലാം കർശനമായി പരിശോധിച്ചു. വനത്തിലെ വഴികളും നിരീക്ഷിച്ചു. എന്നിട്ടും നന്ദൻ്റെ കൊലയാളി എവിടെയുമില്ല. അവൻ രക്ഷപ്പെട്ടത് എങ്ങോട്ടായിരിക്കും? അന്വേഷണം കേരളത്തിലെത്തിയതോടെ കഥയ്ക്ക് മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നു. അമ്പലവയലിലെ വീട്ടിൽ പുതിയ താമസക്കാർ വരുന്നതായി ജീവന് വിവരം കിട്ടി. അവർ ആരായിരിക്കും? നമുക്ക് കേൾക്കാം കൊലയാളി ഭാഗം 106. അതിനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. എന്നാൽ ആ സമയം നന്ദൻ്റെ കൊലയാളി വനത്തിലൂടെയുള്ള നടപ്പു വഴിയിലൂടെ വളരെ ശ്രദ്ധാപൂർവം വാഹനം ഓടിച്ചു കൊണ്ടുവരികയായിരുന്നു. ചെക്ക് പോസ്റ്റുകളിലൊക്കെ കർശനമായ പരിശോധന നടന്നു. ഒരു വാഹനം പോലും പരിശോധിക്കാതെ വിട്ടില്ല. എന്നിട്ടും അവിടെ നിന്നും കിട്ടിയ നമ്പറുള്ളതോ അതേ നിറമുള്ളതോ ആയ ഒരു വാഹനം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏകദേശം രൂപസാദൃശ്യമുള്ള ഒരാളിനെ പോലും കണ്ടെത്താനും കഴിഞ്ഞില്ല. കൊലയാളിയെ നേരിട്ട് കണ്ടിട്ടുള്ളതായി പറഞ്ഞ് അറിയാവുന്നത് ആ കുട്ടി മാത്രമാണല്ലോ. അവൻ്റെ വിവരണത്തിൽ നിന്നും എത്തിച്ചേർന്ന ഒരു ഏകദേശ രൂപവും അതോടൊപ്പം CCTVയിൽ നിന്നും ലഭിച്ച ലിഫ്റ്റിലെ ക്യാമറയിൽ നിന്നും ലഭിച്ച ചിത്രങ്ങളും ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ കൊലയാളിയുമായി ഏകദേശം സാദൃശ്യമുള്ള ചിത്രമാക്കി മാറ്റി. എല്ലാ ചെക്ക് പോസ്റ്റുകളിലേക്കും ആ ചിത്രത്തിൻ്റെ കോപ്പികൾ അയച്ചു കൊടുക്കാൻ കഴിഞ്ഞു. എന്നിട്ട് പോലും അതേ രൂപത്തിലുള്ള ഒരാളെ കണ്ടെത്താൻ ചെക്ക് പോസ്റ്റിലെ പരിശോധകർക്ക് കഴിഞ്ഞില്ല. ജീവനും സംഘവും കൃത്യമായ ഇടവേളകളിൽ വിളിച്ച് വിവരങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നു. എന്നാൽ പ്രോത്സാഹജനകമായ ഒരു വാർത്ത പോലും എവിടെ നിന്നും ലഭിച്ചില്ല. സമയം കഴിയും തോറും അയാൾ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ, അതായത് ചെക്ക് പോസ്റ്റിലൂടെ അല്ലാതെ കടന്നുപോയി കാണും എന്ന വിചാരം എല്ലാവരിലേക്കും വന്നു. അത് തീർത്തും അസാധ്യമായ കാര്യമൊന്നുമല്ല. വനത്തിലൂടെയുള്ളത് പൊതുവെ നടപ്പുവഴികൾ മാത്രമാണ്. അതുവഴി വാഹനം ഓടിച്ചു പോകണമെങ്കിൽ അത്രമാത്രം പരിചയമുള്ള ആളായിരിക്കണം. വാഹനം ഓടിച്ച പരിചയം മാത്രം പോരാ. വനത്തിലൂടെ യാത്ര ചെയ്ത് നല്ല പരിചയമുള്ളയാൾ കൂടി ആയിരിക്കണം. നന്ദൻ്റെ കൊലയാളി അങ്ങനെയുള്ള ഒരാളായി കൂടായികയില്ല. അതുകൊണ്ടായിരിക്കും ചെക്ക് പോസ്റ്റുകൾ ഒന്നിലും ചെല്ലാതെ തന്നെ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. രണ്ടാമതൊരു സാധ്യതയുള്ളത്, അയാൾ പോയത് അങ്ങോട്ടൊന്നും അല്ലെങ്കിൽ പിന്നെ ചെക്ക് പോസ്റ്റുകൾ പരിശോധിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അയാൾ ചിലപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ ഉള്ള മറ്റു ഭാഗങ്ങളിലേക്കും പോയിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊന്നും അയാൾ പിടിക്കപ്പെടില്ല. അയാളുടെ പിന്നാലെ മാത്രം പോയാലും ഉള്ള മുഴുവൻ സമയവും അതിനായി ചെലവഴിച്ചാലും ഇരുട്ടിൽ തപ്പുന്നത് പോലെയല്ലേ ആവുകയുള്ളൂ. അവൻ നമ്മുടെ കയ്യിലേക്ക് വരുമെന്നേ, വരാതെ എവിടെ പോകാൻ? നമ്മുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പോലീസിൻ്റെ കയ്യിൽ കുടുങ്ങും. അങ്ങനെ പറഞ്ഞെങ്കിലും മനസ്സോടെ അതിനെ അത്ര നിസ്സാരമായി കളയാൻ അവർക്ക് തോന്നുന്നില്ലായിരുന്നു. വിദഗ്ധ ഉപദേശം ലഭിക്കേണ്ടതിൻ്റെ അത്യാവശ്യം തോന്നിയതുകൊണ്ട് അവർ മോഹനൻ സാറിനെ വിളിച്ചു. സാറിൽ നിന്ന് കിട്ടിയ നിർദ്ദേശവും തിരിച്ച് കേരളത്തിലേക്ക് ചെല്ലാൻ തന്നെയാണ്. അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ അവിടെയുള്ളവരെ ഏർപ്പാടാക്കാം എന്നാണ് സാറിൽ നിന്ന് കിട്ടിയ അറിയിപ്പ്. അതനുസരിച്ച് അവരെല്ലാവരും തിരിച്ച് കേരളത്തിലേക്ക് പുറപ്പെട്ടു. ഗൂഡല്ലൂരിൽ നിന്നും ബത്തേരിക്കുള്ള യാത്രക്കിടയിലാണ് ജീവൻ ജോസിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം ലഭിക്കുന്നത്. അമ്പലവയൽ പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു അത്.
ഉമ്മച്ചൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടെ പോയപ്പോൾ തന്നെ തനിക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അറിയാനും കൈമാറാനും പറ്റിയ ഒരു കോൺസ്റ്റബിളിനെ ജീവൻ അവിടെ കണ്ടെത്തിയിരുന്നു. CPO വിനോദ്. അയാളുമായി അടുത്ത പരിചയം സ്ഥാപിക്കുകയും അത്യാവശ്യം വേണ്ട ഒരു വിവരം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. സ്റ്റേഷൻ ഹൗസ് ഓഫീസറോടും ആ വിവരം പറഞ്ഞിരുന്നു. എന്തെങ്കിലും സൂചന ലഭിച്ചാൽ തൻ്റെ നമ്പറിൽ വിളിച്ച് വിവരമറിയിക്കണം എന്നും പറഞ്ഞതിന് ശേഷം നമ്പർ SHOയ്ക്കും വിനോദിനും കൈമാറുകയാണ് ചെയ്തത്. വിനോദിനെ സംബന്ധിച്ചിടത്തോളം മേലുദ്യോഗസ്ഥനാണല്ലോ ജീവൻ. ധാരാളം അദ്ദേഹത്തെപ്പറ്റി കേട്ടിട്ടുള്ളതും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യുന്ന സഹായം ഡിപ്പാർട്ട്മെൻറ്റിന് ഗുണകരമാകും എന്ന് വിനോദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ അത് അപ്പോൾ തന്നെ ആവശ്യം കാര്യമായി കണക്കിലെടുത്തു. ഉമ്മച്ചൻ വില കൊടുത്തു വാങ്ങിയതും സോണി പുതുക്കിപ്പണിതതുമായ വീടിൻ്റെ പരിസരത്ത് തന്നെ അയാൾ കാര്യങ്ങൾ നിരീക്ഷിക്കാനായി തൻ്റെ ഒരു സുഹൃത്തിനെ ഏർപ്പാടാക്കി. മിക്ക ദിവസങ്ങളിലും അയാളുമായി ബന്ധപ്പെടുകയും വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവിടം ടൂറിസ്റ്റ് സെൻ്ററാക്കി മാറ്റുന്ന പദ്ധതിയൊക്കെ ഉമ്മച്ചൻ്റെയും സോണിയുടെയും മരണത്തോടെ ചീറ്റിപ്പോയി എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. എന്നാലും കോയമ്പത്തൂരിൽ നിന്നും വന്നവർ വെറുതെ ഇരിക്കാൻ സാധ്യതയില്ലെന്നും അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്നും ജീവന് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് വിനോദിനെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അപ്പോൾ വിളിച്ചത് വിനോദാണ്. അവിടെ നിന്നും ലഭിച്ച പ്രധാന വിവരം കൈമാറാൻ വേണ്ടിയാണ് വിളിച്ചതും. ആ വീട്ടിൽ പുതിയതായി കുറച്ചുപേർ വന്ന് തങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് വിനോദിന് കിട്ടിയ വിവരം. വിനോദിൻ്റെ കൂട്ടുകാരൻ വിജിൻ അവിടെ അടുത്ത് തന്നെ താമസക്കാരനാണ്. 2 സ്ഥലങ്ങളും ഒരു അതിരുമാണ്. അതുകൊണ്ട് ആ വീട്ടിലേക്കോ അല്ലെങ്കിൽ ആ പുരയിടത്തിലേക്കോ എന്തെങ്കിലും പണികൾ ചെയ്യണമെങ്കിൽ അത് വിനോദിൻ്റെ കൂട്ടുകാരനോ കുടുംബമോ ആണ് ചെയ്യുക. ഇപ്പോൾ കുറേ കാലമായി ആ വീട്ടിൽ ആരും താമസമില്ലല്ലോ. അതുകൊണ്ട് വീടും പരിസരവും ആകെ കാട് കയറിയും പൊടി പിടിച്ചും കിടക്കുകയാണ്. ആ വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കണം എന്നും 2 ദിവസത്തേക്ക് കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കും എന്നും ഒരാൾ വിനോദിൻ്റെ കൂട്ടുകാരനായ വിജിനോട് പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ വീടും പരിസരവും വൃത്തിയാക്കണം എന്നാണ് അയാൾ പറഞ്ഞ് ഏൽപ്പിച്ചത്. അന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന അത്രയും പണികൾ ചെയ്തു തീർക്കണം എന്നും ബാക്കി വന്നാൽ രാവിലെ തന്നെ ചെയ്തു തീർക്കണം എന്നും അയാൾ പറഞ്ഞ് ഏൽപ്പിച്ചു. അയാളെ ഇതിനു മുൻപൊരിക്കൽ വിജിൻ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അയാളെ കണ്ടത് ഫാൻറ്റം പാറയുടെ അടുത്തു നിന്നും ഒരു മൃതദേഹം കിട്ടിയില്ലേ, അതിൻ്റെ തലേ ദിവസമോ മറ്റോ ആയിരുന്നു. കൃത്യമായ ദിവസം അവൻ ഓർമ്മിക്കുന്നില്ല. ഒരു ദിവസമാണെന്ന് മാത്രം ഉറപ്പിച്ചു പറയുന്നു. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കണമോ എന്ന് വിനോദ് ചോദിച്ചിട്ട് അതിന് സമയമായിട്ടില്ല എന്നാണ് ജീവൻ പ്രതികരിച്ചത്. എത്രയും വേഗം അവിടെ എത്താമെന്നും ആ പ്രദേശം നിരീക്ഷണത്തിൽ വയ്ക്കണമെന്നും വരുന്നവരെ ശ്രദ്ധിക്കണം എന്നുമാണ് ജീവൻ അവരോട് പറഞ്ഞത്. ലഭിച്ച വിവരം വളരെ വിലപ്പെട്ടതാണെന്നറിയാവുന്നതുകൊണ്ട് അവർ എത്രയും വേഗം വാഹനം അമ്പലവയലിന് തിരിച്ചു. അവരുടെ വാഹനം അമ്പലവയൽ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ വിനോദ് അവർക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉള്ള ഒരു ദിവസമായതുകൊണ്ട് വിനോദിന് ഉച്ച കഴിഞ്ഞ് ലീവ് അനുവദിച്ചു കിട്ടിയിരുന്നു. ലീവ് എടുത്തതിൻ്റെ ബലത്തിലാണ് പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത്
ജീവനും സംഘവും വരുന്ന വാഹനത്തിനായി അയാൾ കാത്തുനിന്നത്. വിനോദിന് വിവരം കൈമാറിയ വിജിനെ അവർ പോയ വഴിക്ക് തന്നെ വണ്ടിയിൽ കയറ്റി. അവിടെ വരെ എത്തുന്ന സമയം കൊണ്ട് തന്നെ വിജിൻ തനിക്ക് ലഭിച്ച വിവരങ്ങളെല്ലാം നേരിട്ട് അവർക്ക് കൈമാറി. ഏകദേശം 4ഓളം പേരുണ്ടാകും എന്നാണ് വന്നയാൾ പറഞ്ഞത്. അവർ കോയമ്പത്തൂരിൽ നിന്നാണത്രേ വരുന്നത്. പലർക്കും മലയാളം നല്ല വശമില്ല എന്നും വീട് വൃത്തിയാക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചയാൾ വിജിനോട് പറഞ്ഞിരുന്നു. അവർക്ക് വേണ്ട സാധനങ്ങൾ വേണ്ടപ്പോൾ എത്തിക്കാൻ കഴിയുമോ എന്നുകൂടി അന്വേഷിച്ചിരുന്നു. അതിനുകൂടി വേണ്ടിയിട്ടാണ് വിജിനെ കണ്ടെത്തിയിരിക്കുന്നത്. അയാൾ പറഞ്ഞ പ്രകാരം വീടും പരിസരവും വൃത്തിയാക്കി കൊടുക്കുന്ന പണികളിലായിരുന്നു രാവിലെ മുതൽ വിജിൻ മുഴുകിയിരുന്നത്. കൂടുതലായി എന്തെങ്കിലും വേണമെങ്കിൽ പറയണമെന്ന് കൂടി പറഞ്ഞിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ വിജിനുണ്ട്. ആ കഴിവ് അവൻ പരമാവധി അവരുടെ അടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു. നാളത്തേക്കുള്ള ഭക്ഷണം ബുക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ആളുകളുടെ എണ്ണം വിജിനോട് അയാൾക്ക് പറയേണ്ടി വന്നത്. 4 പേർക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം വേണമെന്നും അത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലത് ബുക്ക് ചെയ്യണമെന്നും പറഞ്ഞു. വൈകിട്ടത്തേക്ക് 5 പേർക്കുള്ള ഭക്ഷണം വേണമെന്നും പറഞ്ഞു. വിജിൻ്റെ മുഖത്ത് സംശയഭാവം കണ്ടതുകൊണ്ടാകാം അയാൾ വിശദീകരണം നൽകി. അവരുടെ കൂട്ടത്തിലുള്ള 4 പേർ കോയമ്പത്തൂരിൽ നിന്നാണ്. അവർ രാവിലെ അവിടെ നിന്ന് പോരും. ഉച്ചയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്താൻ സാധ്യതയുണ്ട്. അവർ വഴിക്ക് എവിടെ നിന്നും ഭക്ഷണം കഴിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് 4 പേർക്കുള്ള ഭക്ഷണം ഉച്ചക്കത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അത് മുഴുവനായും ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി. അവർ തന്നെ വിളമ്പി എടുത്ത് കഴിച്ചുകൊള്ളും. അവർക്ക് വിളമ്പിക്കൊടുക്കാൻ വേണ്ടിയൊന്നും ആരും അവിടെ നിൽക്കണ്ട എന്ന് പറയാതെ പറഞ്ഞതാകാം അത്. വിജിൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. വൈകിട്ടത്തേക്ക് 5 പേരുടെ കാര്യമാണല്ലോ പറഞ്ഞത്. അത് തെറ്റിപ്പറഞ്ഞത് പോയതാകുമോ എന്ന ഒരു സംശയം വിജിൻ്റെ മുഖഭാവത്തിൽ വരുത്തിയ മാറ്റം ശ്രദ്ധിച്ച അയാൾ പറഞ്ഞു. ഒരാൾ കൂടി പിന്നീട് വരും. പക്ഷേ അയാൾ എപ്പോൾ വരുമെന്ന് പറയാൻ കഴിയില്ല. ഏൽപ്പിച്ച പണി ഇന്ന് തന്നെ തീർക്കാൻ കഴിയില്ലേ എന്നയാൾ ചോദിച്ചു. കഴിയുമെന്ന് താൻ മറുപടിയും പറഞ്ഞു. ആവശ്യത്തിനുള്ള പണം തന്നേൽപ്പിച്ചിട്ട് അയാൾ പോവുകയും ചെയ്തു. വിജിൻ പറഞ്ഞവസാനിപ്പിച്ചു. ജീവൻ അപ്പോഴും മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ നടത്തുകയായിരുന്നു. 106-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ആ വീട്ടിലേക്ക് വരാൻ പോകുന്നത് ആരൊക്കെയായിരിക്കും? എന്തിനാണ് അവർ അവിടെ വന്ന് തങ്ങുന്നത്? കോയമ്പത്തൂരിൽ നിന്നെത്തുന്ന 4 പേരോടൊപ്പം എത്താൻ പോകുന്ന ആ 5-ാമൻ ആരാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്കറിയാം അടുത്ത ഭാഗത്തിൽ. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ.